പിന്നെ കോഴിക്കോടും കണ്ണൂരും വന്നു കഴിഞ്ഞാൽ ഓട്ടോക്കാരനും അധികം ചാർജൊന്നും വാങ്ങില്ല. ഇപ്പോഴെങ്ങനെയാണെന്ന് പറയുക, ഇപ്പോഴത്തൊക്കെ മാറി. കറക്റ്റ് പൈസ എടുത്തിട്ട് ബാക്കി പൈസ ബാലൻസ് തരും. പിന്നെ ഇവിടെയുള്ള ആണുങ്ങളൊന്നും ഒരു പണിനെ അങ്ങനെ എല്ലാവരും ഇല്ല കേട്ടാ, ഒരു 85% ഒരു പെണ്ണുങ്ങളെ മിസ്യൂസ് ചെയ്യാത്തവരാണ്. പെണ്ണുങ്ങളോട് റെസ്പെക്റ്റാണ്. ഇനി നമ്മളെങ്ങനെ നോക്കിയെന്ന് വെച്ചോ, ഇങ്ങനെയൊക്കെ നോക്കിയെന്ന് വെച്ചോ, ഇങ്ങനെ ചോദിച്ചാൽ മതി, അപ്പോഴേ തിരിഞ്ഞങ്ങ് മാറി എന്നോളൂ. ഭയങ്കര നാണം കുണിങ്ങളും പേടിത്തണ്ടന്മാരും കേട്ടോ, സത്യം. എറണാകുളത്തുള്ള ചെക്കന്മാർ എന്താടാന്ന് ചോദിച്ചാൽ എന്താടി എന്ന് ഇങ്ങോട്ടേക്ക് അവിടെ വീണ്ടും നമ്മൾ അടി ഉണ്ടാക്കണം അവിടെ കിടന്ന്. ഇവിടെയുള്ള ചെക്കന്മാരങ്ങനെയല്ല, എന്താടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടന്നു പോകും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇവിടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് നടന്നിട്ട് വല്ല അലവലാത്തരം കാണിക്കുമെങ്കിലേ ഉള്ളൂ. ബസ്സിലായാലും ശരി ചെക്കന്മാരൊക്കെ ഉണ്ടെന്ന് ഒരു ശല്യവും ഇവിടെയുള്ള പെൺപിള്ളേർക്ക് ഉണ്ടാവില്ല. പിന്നെ ചെറിയ ചെക്കന്മാരൊക്കെ ഇല്ല, അവർക്കും വേണ്ടി പെൺപിള്ളേർ, അതുകൊണ്ട് അവരൊക്കെ വളയ്ക്കുന്നുണ്ടാവും, അത് നമുക്കറിയില്ല. പിന്നെ ചില അലവലാദികളുണ്ട്, അങ്ങനെ എല്ലാ നാട്ടിലും ഉള്ളതുപോലെ ഇവിടെയും ഉണ്ട്, ഇല്ലാതെയൊന്നുമില്ല. പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നതും നശിപ്പിക്കുന്നതും പിന്നെ അങ്ങനത്തെയൊക്കെ ആൾക്കാരുണ്ട്, ഇല്ലാതെയൊന്നുമില്ല, മനസ്സിലായ. പിന്നെ കൊലപാതകങ്ങളും അതും ഇതുമൊക്കെ എല്ലാ നാട്ടിലും ഉള്ളതുപോലെയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും നല്ലതാണ്. കണ്ണൂർ കോഴിക്കോടും ഒക്കെ എൻ്റെ നാടിനെ പൊഴുത്തി പറഞ്ഞ് ഞാനേ ഉള്ളൂ. എൻ്റെ നാട്ടുകാരുടെ ശ്രദ്ധയ്ക്കിട്ടാ, ഈ നന്ദിയൊക്കെ എപ്പോഴും വേണം എൻ്റെ നാട്ടുകാർക്ക്. എനിക്കുണ്ടായ അനുഭവങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ നാട്ടുകാരെ കുറിച്ചിട്ട്. അപ്പോൾ എനിക്കെന്തായാലും എനിക്ക് എൻ്റെ നാട്ടിൽ കോഴിക്കോടും കണ്ണൂറുമായിട്ട് എനിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. നല്ല മനുഷ്യരാണ്, നല്ല സ്നേഹമാണ്. പിന്നെ ജീവിക്കാൻ അങ്ങനെ ഭയങ്കര ആർഭാടമായിട്ട് ജീവിക്കുന്നവരല്ല. കോഴിക്കോട് ഒരു കറി മതി, മനസ്സിലായോ? ഒറ്റ കറി ഉണ്ടെങ്കിൽ എല്ലാവരും ജീവിച്ചോളും. ഇവിടെ അങ്ങനെയല്ല, കറികളൊക്കെ വേണം. പക്ഷേ എല്ലാവരും പൈസയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പിശുക്കി നടക്കുള്ളൂ. ഒരു 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നടന്നേ പോവുള്ളൂ, ബസ്സിൽ പോലും പോവില്ല, മനസ്സിലായ? ബസ്സിൽ പോലും പോകില്ല, അങ്ങനെയുള്ളവരാണ്. ഒരു 10 രൂപയ്ക്ക് ഒരു 100 രൂപയ്ക്ക് മീൻ വാങ്ങിച്ചാൽ അവർ ഒരാഴ്ച വരെ കൊണ്ടുപോകും. ഇങ്ങനെ കുഞ്ഞു കഷ്ണം വെച്ചിട്ട് അവർ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, വീട്ടിലങ്ങനെയല്ല. എനിക്കൊക്കെ മീൻ 1 കിലോ മീൻ വാങ്ങിച്ചാൽ അപ്പം തന്നെ ഞാൻ അടിച്ച് തീർക്കും. മീൻ മാത്രം പാത്രത്തിൽ വെച്ച് തിന്നും, പൊരിച്ച് തിന്നും. അതിനൊക്കെ പരാതികൾ എല്ലാവർക്കും ഉണ്ട്. അവരെ ഭയങ്കര ചുമ്മാ ഇങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ള കുടുംബക്കാർക്കൊക്കെ ഉണ്ട്. തിന്നാനല്ലാണ്ട് പിന്നെ കളയാനാണ് നമ്മൾ പൈസ ഇതാക്കേണ്ടത്, തിന്നല്ലേ തീർക്കേണ്ടത്. അപ്പോൾ കാരണവന്മാരൊക്കെ അത് പറഞ്ഞ് ഇതാക്കലുണ്ട്, മനസ്സിലായോ? ചിക്കൻ വാങ്ങുന്നു, ബീഫ് വാങ്ങുന്നു, പിന്നെ എന്താണ് മീനൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് തിന്നുന്നു, എന്തിൻ്റെ ആവശ്യമാണ്? അതാണ് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ പറയും. ഞാനത് മൈൻഡാക്കലേ ഇല്ല. അവരുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ്, അവരൊക്കെ ഭയങ്കര പിശുക്കാണ്. ഞങ്ങളെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളെ വീട്ടിൽ മീനൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നല്ലോണം തിന്നും. അല്ലാണ്ട് അവർ പിന്നെ ഇവിടുത്തെ ഒരു ദുശീലം ഉണ്ടല്ലോ, വൈകുന്നേരം അവർ ബേക്കറി സാധനം കുറേ വാങ്ങിച്ചങ്ങ് വെച്ചേക്കും. ഇവിടെ അങ്ങനത്തെ സാധനം ഇല്ല, ബേക്കറി സാധനം ഇല്ല. വൈകുന്നേരം ഉണ്ടല്ലോ എപ്പോഴെങ്കിലുമൊക്കെ വല്ല ബിസ്ക്കറ്റ് എങ്ങാനും ഞായർ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങും.